ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൈനാപ്പിൾ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പൈനാപ്പിൾ 1 കപ്പ്, നെയ്യ് 4 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, ഉണക്കമുന്തിരി 2 ടീസ്പൂൺ, പഞ്ചസാര 1/2 കപ്പ്, രണ്ടാം പാൽ 1 കപ്പ്, ഒന്നാം പാൽ 1/2 കപ്പ്, ഏലക്ക 4 എണ്ണം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ തോല് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ കറുത്ത സ്പോട്ട് കൂടി എടുത്ത് കളയാം. ഇപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം പായസം വയ്ക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല മധുരമുള്ള പൈനാപ്പിൾ കിട്ടുമ്പോൾ മാത്രം പായസം വയ്ക്കുക. ഇനി മിക്സിയിലോട്ടിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റാം. ഇവിടെ 10 അണ്ടിപ്പരിപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കിസ്മിസ് വറുത്ത് മാറ്റാം. 2 ടീസ്പൂൺ കിസ്മിസാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കിസ്മിസ് ശരിയായിട്ടുണ്ട്. ഇതും നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി തീ ഒന്ന് സിമ്മിലോട്ടിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പൈനാപ്പിൾ ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ വെള്ളം വറ്റിയിട്ട് ഈ നെയ്യിൽ കിടന്ന് പൈനാപ്പിൾ മൂത്ത് വരണം. അതുവരെ വഴറ്റിയെടുക്കുക. ഈ നെയ്യിൽ കിടന്ന് മൂക്കുമ്പം പൈനാപ്പിളിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറും. പൈനാപ്പിളിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയി വരണം. ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര അലിഞ്ഞു വരണം. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചവ്വരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചവ്വരി കുക്കറിലിട്ടാണ് വേവിച്ചിരിക്കുന്നത്. കുക്കറിൽ 2 വിസിൽ മതിയാവും ചവ്വരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ചവ്വരി പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചവ്വരി ഇടുന്നത് പായസത്തിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പായസം വെട്ടി തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. തീ നന്നായിട്ട് കുറച്ചിടുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്യാണ്. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള പൈനാപ്പിൾ മാത്രമേ പായസം വയ്ക്കാവൂ. അത് കിട്ടുമ്പോൾ നിങ്ങൾ പായസം വെച്ച് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.